ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇസബെല്ലയും കെവിനും എന്താണ് സംസാരിക്കുന്നത് എന്നറിയാനായിട്ട് ശാരിക അവരറിയാതെ ഡിക്കി തുറന്ന് ബാക്ക് സീറ്റിൽ കയറി ഒളിഞ്ഞിരിക്കുന്നു. തുടർന്ന് ഇസബെല്ല കെവിനോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പാപ്പനായിരുന്നു എൻ്റെ ഹീറോ എന്ന് പറയുമ്പോൾ തന്നെ അതാരാണെന്ന് ശാരികയ്ക്ക് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് DYSP ഐസക് കുരുവിള എന്ന എൻ്റെ ഫാദർ കോളേജിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഭയങ്കര ജാട കാണിച്ചിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഐസക്കിൻ്റെ മകളാണ് ഇസബെല്ല എന്ന് ഞെട്ടിക്കുന്ന സത്യം ശാരിക മനസ്സിലാക്കുന്നു. തുടർന്ന് നന്ദനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഋഷി ജീവിച്ചിരിപ്പില്ല എന്നൊരു നാടകം കളിക്കേണ്ടിയിരുന്നില്ല എന്നും അതുകൊണ്ടാണല്ലോ ഈ കുരുക്കൊക്കെ ഉണ്ടായത് എന്നെല്ലാം ഇസബെല്ല പറയുമ്പോൾ അന്ന് ഋഷിയും നന്ദനും തമ്മിലുണ്ടായൊരു ചെറിയ വഴക്കിന് ഞാനും സാക്ഷിയായിരുന്നല്ലോ. ആ സമയത്ത് എന്തുകൊണ്ട് ഋഷിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നാടകം കളിച്ചൂടാ എന്ന് എനിക്ക് തോന്നി എന്നെല്ലാം കെവിനും തുറന്ന് സമ്മതിക്കുന്നു. അതോടുകൂടി ഋഷി മരിച്ചിട്ടില്ല, ജീവനോടെ ഉണ്ട് എന്നുള്ളൊരു ഞെട്ടിക്കുന്ന സത്യം ശാരിക തിരിച്ചറിയുന്നു. അങ്ങനെ അവസാനം ശാരിക എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. കെവിനും ഇസബെല്ലയും ഭക്ഷണം കഴിക്കാൻ പോയ തക്കം നോക്കി ശാരിക കാറിൽ നിന്നും ഇറങ്ങുന്നു. ഇതേ സമയം ദേവികയും ഹരിസാറും ആണെങ്കിൽ പ്രകാശിൻ്റെ വരവിന് പിന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നു. പ്രകാശിനെ ഒരിക്കലും വിശ്വസിക്കരുത് എന്നാണ് ഹരിസാർ തീർത്ത് പറയുന്നത്. തുടർന്ന് നന്ദുവിൻ്റെ തിരോധാനത്തിന് പിന്നിൽ അരുന്ധതി മേഡം തന്നെയായിരിക്കൂ എന്നൊരു സംശയം ദേവിക പറയുമ്പോൾ അതാകാൻ വഴിയില്ലെന്നും എല്ലാം തുടങ്ങി വെച്ചത് അവരാണെങ്കിലും പക്ഷേ ഇപ്പോൾ എല്ലാം അവസാനിപ്പിച്ച് സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതമാണ് അവരാഗ്രഹിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത് എന്നും ഹരിസാറ് പറയുന്നുണ്ട്. ഇതേ സമയം ശാരിക വിളിച്ചിട്ട് ചേച്ചി അർജൻറ്റായിട്ടുള്ള വീട്ടിലേക്ക് വരണമെന്ന് പറയുന്നു. അങ്ങനെ ദേവിക ടെൻഷനോടുകൂടി വീട്ടിലെത്തുന്നുണ്ട്. തുടർന്ന് നമ്മൾ കരുതിയിരുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങളെന്നും ഋഷി മരിച്ചിട്ടില്ല, ജീവനോടെ തന്നെയുണ്ട്. ഇസബെല്ലയും കെവിനും ആ അരുന്ധതിയും ചേർന്ന് നന്ദേട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ഗെയിം ആയിരുന്നു ഇതെന്നും ശാരിക പറയുന്നത് കേട്ട് ഞെട്ടിത്തെറിച്ച് നിന്ന് പോവാണ് ദേവിക. മാത്രമല്ല ഇസബെല്ല DYSP ഐസക് കുരുവിളയുടെ മകളാണെന്നും എന്നെല്ലാം പറയുമ്പോൾ എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല ശാരി എന്ന് പറഞ്ഞുകൊണ്ട് ഷോക്ക്ഡായി നിൽക്കുകയാണ് കേട്ടോ ദേവിക. മാത്രമല്ല ആ മാലിൻ്റെ പ്ലാനിൻ്റെ കാര്യത്തിൽ ചേച്ചിയെ കൊണ്ട് ഒപ്പിടിച്ചതും അവരുടെ ഒരു പദ്ധതിയായിരുന്നു എന്നും അവരുടെ നിർദ്ദേശപ്രകാരമാണ് നന്ദേട്ടൻ ഇതെല്ലാം ചെയ്യിച്ചത് എന്നുള്ള കാര്യം കൂടി ശാരിക പറയുന്നുണ്ട്. അപ്പോൾ നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞതെന്ന് ദേവിക ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് ചേച്ചി, നിങ്ങളെയൊക്കെ കരുതുന്നത് പോലെ എനിക്ക് ആരോടും ഒരു പ്രണയവും ഇല്ല. നന്ദേട്ടൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ ദുരൂഹത ഉണ്ടെന്ന് നേരത്തെ തന്നെ എനിക്ക് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നന്ദേട്ടൻ്റെ കമ്പനിയിൽ ജോലി കൊടുത്തിരുന്ന ആ കെവിൻ, ഇസബെല്ല അവർക്കും എന്തോ പങ്കുണ്ടെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. അങ്ങനെ സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ കെവിനുമായിട്ട് ഞാൻ ഇഷ്ടമുണ്ടെന്നൊക്കെ ഞാൻ അഭിനയിക്കുകയായിരുന്നു. ഏതായാലും അതൊന്നും വെറുതെ ആയില്ല എന്നുള്ളൊരു സത്യവും ശാരിക ഇതേ സമയം തന്നെ തുറന്നു പറയുന്നുണ്ട്. ഏതായാലും ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ വന്നു ചേർന്നു എന്നും ശാരിക പറയുന്നു. എന്തായാലും രാധികയ്ക്ക് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും കല്യാണം വേണ്ടാന്ന് വെച്ച് ഇങ്ങനെ ഒരു കാര്യത്തിന് പുറപ്പെട്ട കാര്യത്തിൽ അതൊന്നും ഒട്ടും ദഹിക്കുന്നില്ല. തുടർന്ന് ചേച്ചിക്ക് വേണ്ടി തന്നെയായിരുന്നു എൻ്റെ പോരാട്ടം, അതിൽ ഞാൻ വിജയിച്ചു. പക്ഷേ നന്ദേട്ടൻ്റെ ഇപ്പോഴത്തെ ഈ തിരോധാനത്തിന് പിന്നിൽ കെവിനും ഇസബെല്ലയ്ക്കും ഒന്നും പങ്കില്ല. മാത്രമല്ല ഋഷിയെ കാണാനില്ല. ഋഷിയെ ദുബായിലേക്ക് മാറ്റാനായിട്ട് അരുന്ധതി മേഡം ശ്രമിച്ചിരുന്നു. അങ്ങനെ അവിടെ നിന്നാണ് എയർപോർട്ടിൽ വെച്ചാണ് ഋഷിയെ തട്ടിക്കൊണ്ട് പോയത് എന്നും ശാരി പറയുന്നുണ്ട്. തുടർന്ന് ഇനി അവർ കളിച്ച അതേ നാണയത്തിൽ തന്നെ നമുക്കും തിരിച്ചടി കൊടുക്കണം. ഞാൻ ഏതായാലും ചന്ദ്രോത്തേക്ക് ചെന്ന് അച്ഛനെയും അമ്മയും ഇക്കാര്യം അറിയിക്കട്ടെ എന്നും ദേവിക പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രോത്തെത്തുന്ന ദേവിക കാര്യങ്ങളെല്ലാം സിദ്ധാർത്ഥനെയും പ്രഭാവതിയെയും അറിയിക്കുന്നു. അവർക്കും ആണെങ്കിലും അത് വല്ലാത്തൊരു ഷോക്ക് തന്നെ ആവുന്നുണ്ട്. തുടർന്ന് ഇനി എന്താ മോള് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരിക്കുന്നതെന്ന് സിദ്ധാർത്ഥ് ചോദിക്കുമ്പോൾ ഇത് നമ്മൾ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്നും ഒരു കുടുംബത്തെ മുഴുവനാണ് അവർ മുൾമുനയിൽ നിർത്തിയത്. കൊല ചെയ്തു എന്ന കുറ്റബോധം താങ്ങാൻ കഴിയാതെ നന്ദു എന്തെങ്കിലും കടുങ്കൈ ചെയ്തിരുന്നുവെങ്കിൽ ആര് സമാധാനം പറയായിരുന്നു. അതുകൊണ്ട് അവരെങ്ങനെയാണോ നമ്മളോട് കളിച്ചത് അതേ വഴിയിലൂടെ നമ്മളും തിരിച്ച് കളിക്കണമെന്നും ദേവിക പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഋഷി തന്നെ തുറന്നു വിടണമെന്ന് പറഞ്ഞുകൊണ്ട് ഗുണ്ടകളുടെ അടുത്ത് ബഹളം വയ്ക്കുന്നു. ഇതേസമയം പ്രകാശ് വരുന്നുണ്ട്. എന്നെ പോകാൻ അനുവദിക്കണമെന്നും എൻ്റെ അമ്മ എന്നെക്കുറിച്ച് ഒരു വിവരവുമില്ലാതെ വിഷമിക്കുന്നുണ്ടാവും എന്നെല്ലാം ഋഷി പറയുമ്പോൾ നിനക്ക് പോകാനുള്ള സമയം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, ആ സമയത്ത് മാത്രമേ നിനക്ക് പോകാൻ കഴിയൂ എന്ന് പ്രകാശ് തീർത്ത് പറയുന്നതും എന്തിനെ എന്നെ കൊണ്ടുവന്ന് അടച്ചിട്ടിരിക്കുന്നത് എന്ന് എത്ര ചോദിച്ചിട്ടും പറയുന്നില്ലല്ലോ എന്ന് ഋഷി ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയേണ്ടത് ഞാനല്ല നിൻ്റെ അമ്മയാണ് അരുന്ധതി മാഡം എന്ന് പ്രതികാരത്തോടുകൂടി പ്രകാശ് പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ അമ്മയോ എന്ന് ഋഷി തിരിച്ച് ചോദിക്കുന്നതും നിൻ്റെ അമ്മയോടുള്ള പ്രതികാരം തീർക്കാനാണ് നിന്നെ ഞാൻ ഇവിടെ അടച്ചിട്ടിരിക്കുന്നതെന്നും നിനക്കറിയാത്ത മറ്റൊരു മുഖമുണ്ട് നിൻ്റെ അമ്മയ്ക്ക്. നീ കരുതുന്നത് പോലെ നീ പ്രണയിച്ചിരുന്ന നിൻ്റെ ലീനയെ കൊന്നത് പ്രഭാവതിയല്ല നിൻ്റെ അമ്മയാണ്.
അതുമാത്രമല്ല, ഞാൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന എൻ്റെ മീരയെ കൊന്നതും നിൻ്റെ അമ്മ തന്നെയാണ്. അതും പ്രഭാവതിയോടുള്ള പക തീർക്കാനാണ് എന്നുള്ളൊരു ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പ്രകാശ് ഋഷിയോട് തുറന്നു പറയുന്നു. എന്തായാലും പ്രകാശ് ചന്ദ്രോത്ത് വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സത്യമാണ്. അയാൾ ജയിലിൽ കിടക്കുന്ന സമയത്ത് കാർത്തികേയൻ തന്നെയായിരിക്കും എല്ലാ കാര്യങ്ങളും പ്രകാശിനെ അറിയിച്ചിട്ടുണ്ടാവുക. അങ്ങനെ പരോളിലിറങ്ങി അരുന്ധതിയോടുള്ള പ്രതികാരം തീർക്കാനും അതുപോലെ തന്നെ നന്ദനെ സേഫ് ആക്കുക എന്നുള്ളത് തന്നെയായിരിക്കും പ്രകാശ് ലക്ഷ്യമിടുന്നത്. അതായത് ദുബായിലേക്ക് ഋഷിയെ കടത്തി വീണ്ടും നന്ദനെ കൊടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും, പ്രഭാവതിയോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് നന്ദനെ കൊല്ലുക എന്നുള്ളത് തന്നെയായിരിക്കും അരുന്ധതി ഒരു പക്ഷേ ലക്ഷ്യമിട്ടിരുന്നത്. അപ്പോൾ അരുന്ധതിയോടുള്ള പ്രതികാരം തീർക്കാൻ തന്നെയാണ് പ്രകാശ് ഈ ഒരു കളിക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്